ചേർന്ന് ഒരു സംയുക്ത ഏകോപന സമിതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഭരണപക്ഷത്തുള്ള സംഘടനകളുണ്ട്, പ്രതിപക്ഷത്തുള്ള സംഘടനകളുണ്ട്, നിഷ്പക്ഷമായിരിക്കുന്ന സംഘടനകളുണ്ട്. അപ്പോൾ ഇത്രയും സംഘടനകൾ ഒരുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ചെറുകിട ഇടത്തരം കരാറുകാരെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, പുരാണിക്കൽ സൊസൈറ്റി എല്ലാ നിയന്ത്രണങ്ങളും ഇട്ട് അവരെ സഹായിക്കുന്നു. അവർക്ക് ഒരു പരാജയം ഉണ്ടായപ്പോൾ പൊതുമരാമത്ത് വകുപ്പിലും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാത്ത, എഗ്രിമെന്റ് വ്യവസ്ഥയിലോ മാനുവലിലോ എങ്ങുമില്ലാത്ത പുതിയ ശിക്ഷയാണ് അവർ കൊടുത്തിരിക്കുന്നത്, താക്കീത്. അവർ എഞ്ചിനീയർ ജീവനക്കാരെ താക്കീത് ചെയ്താൽ എന്താ നമുക്കറിയാം. പക്ഷെ ഒരു ഫോമിനെ താക്കീത് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കേരളത്തിലെ ഈ വില വ്യതിയാന വ്യവസ്ഥ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വില വ്യതിയാന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പെട്രോൾ ഡീസൽ വിലകളെ ആശ്രയിച്ചാണ് നമ്മുടെ മാർക്കറ്റ് നിലനിൽക്കുന്നത്. വിപണി നിരക്കുകൾ മറ്റെല്ലാ സാധനങ്ങളുടെയും സർവീസുകളുടെയും വിപണി നിരക്കുകൾ നിലനിൽക്കുന്നു. പക്ഷേ പെട്രോളിനും ഡീസലിനും അവർ വില വർദ്ധിപ്പിക്കുന്നു, ചിലപ്പോൾ കുറയ്ക്കുന്നു. അത് മറ്റെല്ലാ നിർമ്മാണ വസ്തുക്കളെയും ബാധിക്കുന്നു. ഇപ്പൊ കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നിരക്ക് കൂട്ടി തരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വൻകിട പദ്ധതികൾ അതുണ്ട്. ഇപ്പൊ വിഴിഞ്ഞൻ പദ്ധതി എടുത്തു കഴിഞ്ഞാൽ അവിടെ ആർബിട്രേഷൻ വ്യവസ്ഥയുണ്ട്. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന കുര്യൻ ജോസഫാണ് അതിന്റെ ആർബിട്രേറ്ററായിട്ട് വന്നിരിക്കുന്നത്. അനേക കോടി രൂപയുടെ നഷ്ടപരിഹാരം ആയിരിക്കും അവർക്ക് കൊടുക്കുക. അപ്പൊ അത്തരം വ്യവസ്ഥയൊന്നും ചെറുകിട കരാറുകളിലില്ല. അതുകൊണ്ട് ഈ കരാർ ഒന്ന് പുതുക്കണം എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കരാർ ഉറപ്പിക്കുമ്പോൾ ഒരു വിലയുണ്ടെങ്കിൽ ആ വിലയിൽ ഒരു സാധാരണമായ വ്യത്യാസം, 5% കൂടുതൽ വ്യത്യാസം വരികയാണെങ്കിൽ ആ വ്യത്യാസം കരാർ തുകയിലും മാറ്റം ഉണ്ടാക്കണം. അപ്പോൾ വില വർദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അധികം പണം തരണം. വില കുറയുകയാണെങ്കിൽ അതുപോലെ കരാർ തുക കുറയ്ക്കാനും ഞങ്ങൾ ശ്രദ്ധമാണ്. അപ്പോൾ ഒരു ഫെയർനെസ്സിൻ്റെ മാത്രം പ്രശ്നമാണ്, സാമൂഹ്യ നീതിയുടെയും അല്ലെങ്കിൽ തുല്യതയുടെയും മര്യാദയുടെയും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതില്ലാത്തതിൻ്റെ പേരിൽ നിരവധി കരാറുകാർ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബിറ്റുമിൻ്റെ വില. ടാറ് 4000 രൂപയിൽ കൂടുതൽ ഒരു ഇതൊക്കെയാണ്. അതിനടുത്താണ് ഒരു ബാരൽ ഇതിൻ്റെ ബിറ്റുമിൻ്റെ ഷെഡ്യൂളുള്ള വില. ഇപ്പം അത് 11000 രൂപ വരെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് ഞങ്ങളെങ്ങനെ താങ്ങാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ വസ്തുക്കളുടെയും, സിമെന്റിൻ്റെ ആണെങ്കിലും കമ്പിയുടെ ആണെങ്കിലും പൈപ്പുകളുടെ ആണെങ്കിലും ഇരട്ടി വരെയുള്ള ജലവിതരണ പദ്ധതികളുടെ പൈപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ, അപ്പോൾ ഇതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു വില വ്യതിയാന വ്യവസ്ഥ, പ്രൈസ് വേരിയേഷൻ ക്ലോസ്, വൻകിട കരാറുകൾ ഉള്ളത് ചെറുകിട ഇടത്തരം കരാറുകളിലും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ന്യായമായ ഒരു ആവശ്യമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ നമുക്കറിയാം മാർക്കറ്റിലെ വില ഇങ്ങനെ കൂടി വരികയാണ്. ഇത് 2022 പക്ഷേ 2018 ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് കരാർ തുക തരുന്നത്. എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതല്ല, 2018 റേറ്റ് വെച്ചാണ്. 2018 സിമെന്റിന്റെ വില, 2018 കമ്പിയുടെ വില, 2018 ബിറ്റുമിന്റെ വില, അങ്ങനെ ഇട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കരാറുകാർക്ക് പറഞ്ഞ പഞ്ചായത്തിലെ കരാറുകാർക്ക് ഒരു കാരണവശാലും തുക കൂട്ടി കൊടുക്കില്ല. അതുപോലെ വിലമുടിയിലാണെങ്കിൽ പോലും 10% കൂടുതൽ വില കൂട്ടിത്തരില്ല. അപ്പോൾ 4000 രൂപയുടെ ഒരു ബാരൽ ടാറിന് അത് 11000 ആകുമ്പോൾ 10% കൊണ്ട് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഈ ഡൽഹി ഷെഡ്യൂൾ ഓഫ് പുതുക്കുമ്പോഴെല്ലാം അത് കേരളത്തിൽ പുതുക്കപ്പെടണം. ഇപ്പോൾ 2018 റേറ്റ് ആണ് ഇപ്പോഴും ഇവിടെ വെക്കുന്നതെങ്കിൽ ഇപ്പോൾ 2021 ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് അവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. ഇന്ത്യയിലെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും CPWD ഒരു വർക്ക് വരുമ്പോൾ അത് 2021 ഷെഡ്യൂൾ അനുസരിച്ചാണ്. 2022 ഷെഡ്യൂൾ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന അനുദിനമായിട്ട് വരുന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തും വരുത്തണം. ഇന്ത്യയിൽ ഉടനീളം 2021 നടപ്പിലാക്കുമ്പോൾ നമ്മൾ 2018 നിന്നാൽ പോരാ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇപ്പം ഈ ചെറുകിടക്കാരെ ബോധപൂർവ്വം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി നടന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ ജോലികളും സിവിൽ ജോലികളും ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു നീക്കം, ഒന്നിച്ച് ടെൻഡർ ചെയ്യുന്നു.
അതായത് സിവിൽ വർക്കുകൾ പ്രത്യേകവും ഇലക്ട്രിക്കൽ വർക്കുകൾ പ്രത്യേകവുമാണ് ടെൻഡർ ചെയ്യുന്നത്. അപ്പോൾ പറയാൻ കേൾക്കുമ്പോൾ വളരെ ഓമനത്തമുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ തമ്മിൽ ഏകോപനമില്ലാത്തതിൻ്റെ പേരിൽ സിവിൽ വർക്കുകളും അല്ലെങ്കിൽ സിവിൽ കോൺട്രാക്ടേഴ്സും ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സും തമ്മിൽ ഏകോപനമില്ലാത്തത് കൊണ്ട് പണി തീർന്നതിന് ശേഷം അത് വെട്ടിപ്പൊളിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ന്യായമാണ് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഏർപ്പാടെന്ന് പറയുന്നത്, അതായത് കോമ്പസിറ്റ് ടെൻഡർ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് കേരളത്തിലെ സിവിൽ കോൺട്രാക്ടർമാർക്കും അതുപോലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ സിവിൽ കോൺട്രാക്ടറാണ്. ഞാനൊരു സിവിൽ വർക്ക് ബിൽഡിങ്ങിൻ്റെ വർക്ക് എടുത്തു കഴിയുമ്പം ഞാനൊരു ഇലക്ട്രിക്കൽക്കാരനെ കൂടെ പിടിക്കണം. അയാൾ ചെയ്യുന്ന ജോലിയുടെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ വഹിക്കണം. അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് അതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരവസ്ഥ. തിരിച്ച് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഡറിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത്, ഇത് രണ്ടായിട്ട് ടെൻഡർ ചെയ്യുക, എന്നിട്ട് അത് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ രണ്ട് വർക്കും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് ഏകോപനത്തിൽ ചെയ്യാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇപ്പം ടെൻഡർ തുടങ്ങിയതേ ഉള്ളൂ. ഇലക്ട്രിക്കൽ കരാറുകാർ പൂർണ്ണമായും ഔട്ടായി. പക്ഷേ സിവിൽ കരാറുകാരെ വളരെയേറെ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. കാര്യം ഇപ്പം വെറും അല്ലാതെ ഒരു ലൈസൻസ് ഇല്ലാത്ത ആളുകളെ കൊണ്ട് ഞങ്ങൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമായിട്ട് വരും. അപ്പം അതൊന്ന് സിങ്ക്രണൈസ് ചെയ്ത് പോകാനുള്ള സംവിധാനമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നീട് ഈ ടെൻഡർ എന്ന് കേൾക്കും, ഇതിപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യമാണ്. ഈ ടെൻഡർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അതാണ്ട് പാവനമായ ഒരു കാര്യമാണെന്നാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം വരെയുള്ള പ്രവർത്തികൾ, പ്രത്യേകിച്ച് LSCDയിൽ അവിടെയാണ് ഇപ്പോൾ കൂടുതൽ വർക്കുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നമ്മുടെ കോർപ്പറേഷനിലൊക്കെ നടക്കുന്ന ടെൻഡറുകളാണ്. അവിടെ ചെറിയ കരാറുകാരാണ് പണിയെടുക്കുന്നത്. അവിടെ ടെൻഡർ എക്സസ് എന്നുള്ള ഏർപ്പാടില്ല. ഈ എസ്റ്റിമേറ്റ് പറഞ്ഞ ആ റേറ്റേ അവർക്ക് കിട്ടത്തുള്ളൂ. അതായത് 2018 വില നിലവാരം വെച്ചുള്ള റേറ്റേ കിട്ടത്തുള്ളൂ. ആ റേറ്റിന് പണി ചെയ്യാൻ വരുന്നവരുടെ മുന്നിൽ പിന്നെ ഈ ടെൻഡറിൻ്റെ പ്രസക്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിന് എസ്റ്റിമേറ്റിലൊട്ടും കൂടുതൽ കൊടുക്കത്തില്ല. കരാറുകാർ നേരിട്ട് ടെൻഡർ ഇട്ടാലും ഈ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്നും അല്ലാതെ ഒരു മാറ്റം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വലിയ വർക്കുകളൊക്കെ വിളിക്കട്ടെ. 5 ലക്ഷത്തിൽ താഴെയുള്ള വെറും സാധാരണക്കാരായിട്ടുള്ള നാമമാത്രമായി ജോലി ചെയ്യുന്ന വെറും വർക്കേഴ്സായിട്ടുള്ള ആളുകളെ അവരെയെങ്കിലും ഈ ടെൻഡറിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അതുപോലെ പിന്നീട് നിരവധി കാര്യങ്ങളുണ്ട്, ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റികൾക്കുള്ള ആനുകൂല്യങ്ങൾ നമുക്കറിയാമല്ലോ. 10% പ്രൈസ് പ്രിഫറൻസ് ഉണ്ട് അവർക്ക്. പിന്നെ അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. പലയിടത്തും അവർക്ക് കുറേ ആളുകളെ അക്രഡിറ്റഡ് എന്ന് വെച്ചിട്ട് അവർക്ക് മാത്രം വർക്ക് കിട്ടുന്ന സംവിധാനം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഈ അനോമലീസ് പരിഹരിക്കണം. പിന്നെ പൊതുമരാമത്ത് മാനുവലും പൊതുമരാമത്ത് ഈ കരാർ വ്യവസ്ഥകളും അത് ഏകപക്ഷീയമാണ്. അത് സന്തുലിതമാക്കണം എന്നുള്ള ആവശ്യം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലുടനീളം ഒരേ കരാർ വ്യവസ്ഥകളാക്കണം. കാര്യം ഗവൺമെൻറ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺട്രാക്റ്റാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം പബ്ലിക് മണിയുടെ ഉപയോഗമാണത്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺട്രാക്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് വർക്കുകളെല്ലാം അതിൻ്റെ കരാർ വ്യവസ്ഥകളെല്ലാം ഒരുപോലെയാണ്. ഇവിടെ തന്നെ പല ഇടപെടിയിലെ കരാർ വ്യവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇറിഗേഷനിൽ വരുന്നത് ഇറിഗേഷനിലേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ആ മന്ത്രിയുടെ കീഴിൽ തന്നെയുള്ള വാട്ടർ അതോറിറ്റികളുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഏകോപിപ്പിക്കുക, അത് സന്തുലിതമായിരിക്കും. ടെൻഡറിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ടെൻഡർ നടത്തുന്ന ഏജൻസി, സർക്കാർ ഏജൻസിയും ടെൻഡറിൽ എടുക്കുന്ന കരാറുകാരനും തുല്യ നീതി ഉറപ്പ് കിട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് അതിനെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം. അങ്ങനെയാണ് 41 ഡിമാൻഡുകളുള്ള ഒരു അവകാശ രേഖയാണ് ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം GST ആണ്. GSTയുടെ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത് ചെറുകിട ഇടത്തരം കരാറുകാരെ സംബന്ധിച്ചിടത്തോളം പീഡനകാലമായി. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അതിൻ്റെ ഓഡിറ്റ്. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ റിട്ടേൺ വൈകിയാൽ ഭയങ്കരമായ ഫൈനാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആണ്. ആ ഓഡിറ്റിംഗ് വരുന്നത് നമ്മൾ ആനുവൽ റിട്ടേൺ സമർപ്പിച്ചതിന് ശേഷം 5 കൊല്ലം കഴിഞ്ഞായിരിക്കും ഓഡിറ്റ് നടക്കാൻ പോകുന്നത്. അല്ല 5 അല്ല 6 കൊല്ലം, 72 മാസം കഴിഞ്ഞിട്ടാണ് ഓഡിറ്റ് വരുന്നത്. അപ്പോൾ 5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 6 കൊല്ലം മുമ്പ് നടന്ന പണികളുടെ കണക്കുകൾ ഇപ്പം ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അതിൽ എന്തുമാത്രം അപ്രായോഗികതയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിരുന്നു. അതാത് മാസം ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് ഒരു 3 മാസം കൂടി ചെയ്യട്ടെ, ഇല്ലെങ്കിൽ 6 വർഷം ചെയ്യട്ടെ. 6 വർഷം കഴിഞ്ഞ് പഴയ കണക്കുകൾ
കൊടുക്കണം എന്ന് പറഞ്ഞാൽ പല കലാകാരൻ ജീവിച്ചിരിക്കുകയില്ല, പലരും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈ നടപടി കാണും. മാത്രമല്ല 1300 ഭേദഗതികളാണ്. നമ്മളെ അറിയേണ്ട ഒരു കാര്യമാണ്. ഈ GST വകുപ്പ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, അതിനകത്ത് നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, നടപടിക്രമങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം വേണ്ട 1300 പരം നോട്ടിഫിക്കേഷൻസ് ആണ് ഇറങ്ങിയത്. GST കൗൺസിലിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ കരാറുകാരന് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതെല്ലാം അനുസരിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ GST സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കരാറുകാരെ മാത്രമല്ല കേരളത്തിലെ ചെറുകിട ഇടത്തരം സംരംഭകരെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത. പിന്നീട് ട്രഷറി ബാൻ. ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് പറയുന്നൊരു കാര്യം, രൊക്കം പണം തരുന്നു എന്നുള്ളൊരു ധാരണയാണ് പറയുന്നത്, കുടിശ്ശിക കുറയ്ക്കുന്നത് പറയുന്നത്. പക്ഷേ 25 ലക്ഷത്തിൽ കൂടിയ ഒരു ചെക്കും മാറുന്നില്ല. അത് ഡെപ്പോസിറ്റ് വർക്കുകളാണ്. പണം ഡെപ്പോസിറ്റ് ചെയ്ത് ട്രഷറിയിൽ ഇരിക്കുന്ന പണം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. 25 ലക്ഷം രൂപയിൽ കൂടി ചെക്കാണ് തരുന്നില്ല. അപ്പോൾ അത്തരം ഉള്ള സാഹചര്യങ്ങൾ ട്രഷറി ബാൻ പൂർണ്ണമായിട്ടും പിൻവലിക്കണം. അത്തരം കാര്യങ്ങളാണ് ഞങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രത്യേക രീതി ഞങ്ങളെല്ലാം കൂടെ കൂടി പ്രത്യേക സമരം ചെയ്യുന്നത് 26-ാം തീയതി രാവിലെ 10 മുതൽ 27-ാം തീയതി രാവിലെ 10 വരെ ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികൾ 20 പേര് അവിടെ ഏകദിന ഉപവാസം നടത്തുകയാണ് നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ. അപ്പോൾ എല്ലാ 26 MLA-മാരിലാണ് വരാൻ സംഭവിച്ചിട്ടുണ്ട്. രാത്രി രാപ്പകലായി നടത്തുന്ന ആ പരിപാടിയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരും സമയം കണ്ടെത്തിയോടെ വരണം, ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കരാറുകാർ ചെയ്യുന്ന 25 ലക്ഷം രൂപയുടെ ഒരു പണി ഊരാളുകൾ ചെയ്യുമ്പോൾ അത് 45-50 ലക്ഷം വരെയാകും. ഊരാളുകൾ ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് എടുക്കുന്നത് ഊരാളുകൾ സൊസൈറ്റിയാണ്. കേരളത്തിലെ കരാറുകാർ ചെയ്യുന്നത് കേരളത്തിലെ എഞ്ചിനീയർമാർ എടുക്കുന്ന എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഊരാളുകളിൽ അതൊന്നും ബാധകമല്ല. അവർക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ വളരെ വ്യത്യസ്തമായ ഒരു എസ്റ്റിമേറ്റ് ആണ് ഊരാളുകൾ സൊസൈറ്റിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ എസ്റ്റിമേറ്റിനാണ് കേരളത്തിലെ ഈ ഗവൺമെന്റ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് വർക്കുകൾ ചെയ്യിക്കാൻ തയ്യാറാവുന്നത്. ഊരാളുകൾ സൊസൈറ്റി ചെയ്താൽ മാത്രമേ നന്നാവൂ എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇതുവരെ നടന്ന എല്ലാ വർക്കുകളും, കേരളത്തിൽ കാണുന്ന എല്ലാ ഗവൺമെന്റ് ബിൽഡിങ്ങുകളും ചെയ്തതാരാ? കേരളത്തിലെ കരാറുകാരല്ലേ? ആ കരാറുകാർ ചെയ്ത പണിക്ക് പ്രാധാന്യം കൊടുക്കാതെ ഊരാളുകൾ സൊസൈറ്റിക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ വർക്കുകളും ഊരാളുകൾ സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ചെറുകിടക്കാരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സംവിധാനം ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ്. ആദ്യമേ നിങ്ങൾക്കറിയാം, നിങ്ങൾ അതൊന്ന് പരിശോധിച്ചാൽ അറിയാം ഊരാളുകൾ സൊസൈറ്റിക്ക് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്ന്. പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം ഊരാളുകൾ ചെയ്താൽ മതി എന്നാണ് ഇന്ന് ഗവൺമെന്റ് പറയുന്നത്. അതിന്റെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാകാത്തത്. കേരളത്തിലെ കരാറുകാർ മോശക്കാരാണോ? ഈ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന എല്ലാ ബിൽഡിംഗ് വർക്കുകളും റോഡ് വർക്കുകളും കേരളത്തിലെ കരാറുകാരാണ് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കാതെ ഊരാളുകളിലെ പോലുള്ള സൊസൈറ്റികൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഗവൺമെന്റ് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ചീഫ് എഞ്ചിനീയർമാരായി റിട്ടയർ ചെയ്യുമ്പോൾ അവർക്കൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ അനുമതിയുണ്ട്. അതുപോലുള്ള പല പ്രമുഖ എഞ്ചിനീയർമാരും ഒത്തുചേർന്നുകൊണ്ട് സൊസൈറ്റികൾ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ വർക്കുകൾക്ക് ഏറ്റെടുക്കുവാൻ അവർ തയ്യാറാവുന്നു. അവർക്ക് വർക്കുകൾ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നു. അപ്പോൾ അതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ അതിനെ അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലുള്ള വാർത്തകൾ നൽകണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ കരാറുകാർ പണയം വെച്ചും പല രീതിയിൽ ലോൺ എടുത്തും ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തും ഒക്കെ ചെയ്യുന്ന ഈ പണികൾക്ക് സമയബന്ധവും പൈസ കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ ഊരാളുകളിന് അഡ്വാൻസ് കൊടുക്കും. ഊരാളുകളുടെ പണിക്ക് കൃത്യമായി പൈസ കൊടുക്കും. ഈ 25 ലക്ഷം രൂപയുടെ ഇന്നുള്ള ബാന് ഊരാളുകളുടെ ബാധകമല്ല. അവർക്ക് പൈസ കിട്ടുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ കേരളത്തിലെ ചെറുകിട കേരളത്തിലെ കരാറുകാർ ചെയ്യുന്ന പണിക്ക് 25 ലക്ഷം രൂപയിൽ കൂടുതൽ ഇന്നും മാറുന്നതിന് സംവിധാനമില്ല. അതിന് പലവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ കരാറുകാരുടെ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കേരളത്തിലെ കരാറുകാരെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്തരം പ്രവണതകളിൽ നിന്ന് ഈ ഗവൺമെന്റ് പിന്തിരിപ്പിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ആ അവസ്ഥയിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. 20ഓളം കരാറുകാർ, 20 പേരും അവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കും. കേരളത്തിലെ എല്ലാ കരാറുകാരും 5000ഓളം കരാറുകാർ 27-ാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയാണ്. ഒരു വളരെയധികം ശ്രദ്ധേയമായ രീതിയിൽ ഒരു മാർച്ച് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമര പരിപാടിയാണിത്.
എല്ലാ MLA-മാർക്കും ഇതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ ആർക്കും പറയുവാൻ തയ്യാറല്ല, തുറന്നു പറയുവാൻ തയ്യാറല്ല. പറഞ്ഞാൽ ഗവൺമെന്റ് വിമർശിക്കുന്നതായി പോകുമോ എന്നുള്ള ഭയം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഞങ്ങൾ ഗവൺമെന്റ് വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ കരാറുകാരുടെ ഇന്നത്തെ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് നിങ്ങളുടെ എല്ലാ സഹകരണം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അഖിലേന്ത്യാ കിസാൻ സഭ, അതിന്റെ കേരളത്തിലെ ഘടകമാണ് കേരള കർഷക സംഘം. ആ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പത്രസമ്മേളനമാണ്. ഞാനതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ് സഖാവ് PS പത്മകുമാർ. ഞങ്ങളിത് സംബന്ധിച്ച് ഒരു പ്രസ് നോട്ട് തരുന്നുണ്ട്. ഈ പത്രസമ്മേളനത്തിന്റെ വിഷയം കേരളത്തിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ പോലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം നടക്കാത്തതായ ഒരു ദിവസമില്ല. അത് ഇപ്പൊ കേരളത്തിന്റെ ഭൂപ്രദേശം നോക്കിയാൽ 1/4 ഭാഗത്തോളം പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. 200-ലധികം പഞ്ചായത്തുകളിൽ തന്നെ ഇതിപ്പോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടവരുടെ കണക്കുണ്ട്. സർക്കാരിന്റെ കണക്കാണ്, ഫോറസ്റ്റ് വകുപ്പിന്റെ. 998 പേർ 10 വർഷത്തിനുള്ളിൽ. ഈ വർഷം തന്നെ 66 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും ഒടുവിൽ ഉണ്ടായ മരണം എന്ന് പറയുന്നതാണ് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലെ ഒരു കർഷക തൊഴിലാളി ദാമു. ദിവസവും നടന്നുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. അപ്പോ മടങ്ങുകളുടെ കണക്ക് മാത്രം കൊടുത്തിരിക്കുന്നതല്ലോ, ഗുരുതരമായി പരിക്കേൽക്കുന്നവരുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ തന്നെ ഫോറസ്റ്റ് വകുപ്പിന്റെ കണക്കനുസരിച്ച് പരിക്കേറ്റത് 4000-ലധികം പേരാണ്. ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ ആക്രമണവും കൃഷിനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്, പാലക്കാട് ജില്ലകളിലാണ്. വയനാട് ജില്ലയിലാണ് അതിരൂക്ഷം. വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ തന്നെ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. 96 നേരത്തെയുള്ള കണക്കാണ്, അതിനേക്കാൾ കൂടുതൽ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇതുമൂലം 39,000 കുടുംബങ്ങളുടെ കൃഷി നശിച്ചു പോയതാണ്. കൃഷി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറയണ്ടല്ലോ. നെൽകൃഷി പോലെയുള്ള കൃഷികൾ മാത്രമല്ല, നാളികേരം, കവുങ്ങ് തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കും വന്യമൃഗങ്ങളാണെങ്കിലോ ആന, പുലി, കാട്ടുപോത്ത്, പന്നി, കാട്ടുപന്നി, കുരങ്ങ്, മലയണ്ണാൻ, മാൻ, മയിൽ, ഇതൊക്കെ കൃഷിനാശം നശിപ്പിക്കുക കൃഷി. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ ഗുരുതരമായ വിഷയമായിട്ട്, കാർഷിക പ്രശ്നമായിട്ട്, ജീവനും സ്വത്തിനും സംരക്ഷണമാണല്ലോ ഏറ്റവും പ്രധാനം. അതിനുള്ള ഏറ്റവും വലിയ ഭീഷണിയാണ് ഇത് ഇന്ന് മാറുന്നു. കൃഷിയെ മാത്രമല്ല, ഞങ്ങൾ നോക്കുമ്പോൾ ഈ വളർത്തുമൃഗങ്ങളെ വലിയ തോതിൽ ഈ പുലിയെല്ലാം അതിൻ്റെ ലക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ ഒരു പുലിയെ കഴിഞ്ഞ ദിവസം ഒരു ഫാമിൽ എസ്റ്റേറ്റിൽ പിടികൂടിയില്ല. എത്രയോ നാളായിട്ട് ഈ വളർത്തുമൃഗം, ആട് ഉൾപ്പെടെയുള്ള മൃഗങ്ങളെല്ലാം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന് ഒരു പരിഹാരവുമില്ല. അപ്പോൾ
കേരള കർഷക സംഘം തന്നെ നിരന്തരം ഇത് ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നയിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴിച്ചുള്ള എല്ലാ ജില്ലകളും, തിരുവനന്തപുരത്താണെങ്കിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസാണ് വള്ളിക്കാട്, അവിടേക്ക് മാർച്ച് നടത്തി. കുറെ നാളായിട്ട് ഈ പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ ആ സമരത്തിന് ശേഷം സംസ്ഥാന സർക്കാർ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നു എന്ന കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ സമരത്തിന് ശേഷം സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഉത്തരവാക്കി. സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട്, അറിയാമല്ലോ. ഞാൻ പറയുന്നത് കേന്ദ്ര നിയമം ആണത്. കേന്ദ്ര നിയമം എന്ന് പറഞ്ഞാൽ വനം വന്യജീവി സംരക്ഷണ നിയമം 972, അതാണ് സെൻട്രൽ ആക്ട്. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണിത്. സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഈ കാട്ടുപന്നികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അത് സ്വാഭാവികമാണ്. കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായ ഒരു ഈ ഞങ്ങൾ നിരന്തര പ്രക്ഷോഭത്തിൽ നിൽക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. അതാണ് കേരളത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരമില്ല. അത് ഞങ്ങൾ വയ്ക്കുന്ന നിർദ്ദേശം വനം വന്യജീവി സംരക്ഷണ നിയമം 972 ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഒന്നിനെ തൊടാൻ, ഒരു കാട്ടുപന്നി പോയിട്ട് നാടൻ പന്നിയെ പോലും തൊടാൻ പറ്റില്ല, കുരങ്ങിനെ തൊടാൻ പറ്റില്ല, ഒന്നിനെ തൊടാൻ പറ്റില്ല, ഒരു ജീവി. അതാണ് നിയമം. ആ നിയമം പരിഷ്കരിക്കണം. ആ നിയമത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഷെഡ്യൂളാണ്. മൃഗങ്ങളെ സംബന്ധിക്കുന്ന ഒരു ഷെഡ്യൂളുണ്ട്. അതിൽ മൃഗങ്ങളെ 5 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. 1-ാം ഷെഡ്യൂൾ, 2-ാം ഷെഡ്യൂൾ, 3-ാം ഷെഡ്യൂൾ, 4-ാം ഷെഡ്യൂൾ, 5-ാം ഷെഡ്യൂൾ. കാറ്റഗറി എന്ന് പറയുമ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ തൊടാൻ പാടില്ല. 1-ാം കാറ്റഗറി, 1, 2 ഇങ്ങനെ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ ഇനി അത് വംശനാശം സംഭവിക്കാതെ നിലനിന്നു പോകുന്ന മൃഗങ്ങൾ, അല്ലാതുള്ള മറ്റ് വന്യമൃഗങ്ങൾ. ഇതിലേറ്റവും രസകരമായ കാര്യം, കേരളത്തിൽ പൊതുവിൽ ഏറ്റവും വലിയ എല്ലാ ജില്ലകളിലും ഒരേപോലെ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പന്നിശല്യമുണ്ട്. കാട്ടുപന്നിയെ പെടുത്തിയിരിക്കുന്നത് 1-ാം ഷെഡ്യൂളിലാണ്, 1-ഉം 2-ഉമാണ്. കാരണം വംശനാശം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ കാട്ടുപന്നിയുടെ അവസ്ഥ എന്താ? വംശവർദ്ധനമാണ് പ്രശ്നം. അതുപോലും ഗവൺമെന്റ് പരിശോധിക്കുന്നില്ല. വംശവർദ്ധനം എന്ന് പറഞ്ഞാൽ എത്ര രൂപത്തിലെന്നറിയാമോ? 1000-ങ്ങളും 10,000-ങ്ങളും ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലാ രാജ്യത്തും വലിയ വംശവർദ്ധനവിൽ ഉള്ള ജീവികളെ അതിൻ്റെ ജനസംഖ്യ എന്നുവെച്ചാൽ അതിൻ്റെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ നിയമമുണ്ട്, നടപടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കാരു. ദേശീയ മൃഗമാകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയണ്ടല്ലോ. ആ കങ്കാരു ഇങ്ങനെ പെറ്റുവരികയും വലിയ ഭീഷണിയായി മാറിയപ്പോൾ ഓസ്ട്രേലിയ വലിയ രാജ്യമാണെങ്കിൽ പോലും അവരതിനെ നിയന്ത്രിക്കാൻ ഇത്ര ശതമാനത്തെ കൊന്നൊടുക്കുക അതിനുവേണ്ടി നിയമം കൊണ്ടുവന്നു. ഓസ്ട്രേലിയയിലെ ഉദാഹരണം ഞാൻ പറയുന്നത്. അതുപോലുള്ള നിയമങ്ങൾ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കേണ്ടതാണ്, കൊന്നൊടുക്കേണ്ടതാണ്. അതിന് വേറെ നോക്കേണ്ട, അതിന് ശല്യമുണ്ടോ ഇല്ലയെന്ന് തന്നെ നോക്കേണ്ടത്. അതിന് നമ്പർ നിയന്ത്രിച്ച് മതിയാകും. ആ രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നു, വനം വന്യജീവി നിയന്ത്രണ നിയമം 972 അത് അടിയന്തരമായി പരിഷ്കരിക്കുക എന്നതാണ് ഒന്ന്. പിന്നെ മരണപ്പെട്ടവർക്കും ഉള്ള ധനസഹായമുണ്ട്, കൃഷിനാശം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരം ഒക്കെ വളരെ ഇതിന്റെ ഭാഗമാണ്.
അതൊക്കെ പണ്ടത്തതാണ്, അതൊക്കെ മാറ്റണം. ഇപ്പൊ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടാൽ 10 ലക്ഷം കൊടുക്കണം. കൃഷിനാശത്തിന് ഒരു ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് 10 ലക്ഷം ഒന്നും പോരാ, അത് തുക വർദ്ധിപ്പിക്കണം. ഇത് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ്. വർദ്ധിപ്പിക്കണം. കൃഷിനാശത്തിന് കൊടുക്കുന്ന തുച്ഛമായിട്ടുള്ള, തുച്ഛം എന്ന് പറഞ്ഞാൽ കൊലച്ച വാഴയ്ക്ക് എത്ര 100 110 രൂപ, അല്ല കൊലക്കാത്ത വാഴയ്ക്ക് 80 രൂപ, തെങ്ങിന് ഇത്ര 600 700, ഇതിനേക്കാൾ കണക്കുണ്ട്. അതൊന്നും പോരാ, അപര്യാപ്തമാണ്. അത് വർദ്ധിപ്പിക്കണം. ഇങ്ങനെയുള്ള കേന്ദ്ര മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഒരു സമരത്തിലേക്ക് വരികയാണ്. ദേശീയ തലത്തിലെ പ്രക്ഷോഭം, ആ പ്രക്ഷോഭം പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്ന സന്ദർഭം കൂടി ആയതുകൊണ്ട് ഡൽഹിയിലെ പാർലമെന്റിന് മുമ്പിൽ ഈ മാസം 26-ാം തീയതി, ഈ മാസം ജൂലൈ 26-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ അഖിലേന്ത്യാ കിസാൻ സഭയും കേരളത്തിലെ കർഷക സംഘവും തീരുമാനിച്ചു. അപ്പൊ ജൂലൈ 26-ന് പാർലമെന്റിന് മുന്നിലേക്ക് ഉള്ള കർഷകരുടെ മാർച്ച് നടക്കും ഡൽഹിയിൽ. അപ്പൊ ആ മാർച്ചിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് കൂടുതൽ പേര് പങ്കെടുക്കും. ഞങ്ങളിപ്പോ കേരളം ഇങ്ങേറ്റം കിടക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ കൂടി ഇതിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് 200-ലധികം പേർ, നേതാക്കൾ ഉൾപ്പെടെ അവിടെ അതിൽ പങ്കെടുക്കും. 26-ന്റെ പാർലമെന്റ് മാർച്ച്. അപ്പോൾ ഡൽഹിയിൽ ഈ പാർലമെന്റ് മാർച്ച് നടക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമല്ലോ, ഉണ്ട്. കേരളത്തിലാണെങ്കിൽ ഈ പാർലമെന്റ് മാർച്ച് നടക്കുന്ന ജൂലൈ 26-ാം തീയതി കേരളത്തിന്റെ തലസ്ഥാനത്ത് രാജ്ഭവനാണ്. കാരണം കേന്ദ്ര നിയമം ആണ് മാറ്റേണ്ടത്. രാജ്ഭവന് മുമ്പിൽ ഉള്ള മാർച്ച് തിരുവനന്തപുരത്ത്, മറ്റെല്ലാ ജില്ലകളിലും DFO ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ച് 26 നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ രൂപത്തിൽ വലിയൊരു കർഷക സമരമായിട്ട്, ജനകീയ സമരമായിട്ട് ഇതിനെ മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ കേന്ദ്രമന്ത്രിക്ക്, സംസ്ഥാന മന്ത്രിക്ക്, അതുപോലെ ഗവർണർക്ക്, മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വാർത്തകൾ സംഘടനയെ ബാധിക്കുന്ന തരത്തിൽ പുറത്തു വന്നു. സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ട ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന തരത്തിൽ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന്റെ ഇടയിലും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും സാധാരണപ്പെട്ട പ്രവർത്തകരുടെ ഇടയിൽ, അതുപോലെ വ്യക്തിപരമായി കുടുംബത്തിന്റെ ഇടയിൽ ഞാനടക്കമുള്ള ചില ഭാരവാഹികൾ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുത്തു എന്ന ആരോപണത്തിന്റെ കുന്തമുന ഞങ്ങൾക്ക് നേരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞേ മതിയാകൂ എന്നുള്ളത് നിർബന്ധിതമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ 2 പതിറ്റാണ്ടോളം ഈ തലസ്ഥാന നഗരിയിൽ നിരവധി സമര പോരാട്ടങ്ങൾക്ക് ശക്തമായി നേതൃത്വം നൽകുകയും ഒരു തരത്തിലുമുള്ള സംഘടനയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രവർത്തനത്തിന്റെ മേഖലയിൽ സജീവമായി ജയിൽവാസമടക്കം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് ഈ ക്യാമ്പിൽ നടന്ന ചിന്തൻ ശിബിരവുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൽ നടന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആരോപണങ്ങൾ, നടപടികൾ, അതുമായി ബന്ധപ്പെട്ട് വാർത്ത പുറത്തേക്ക് ചോർന്നത്, അതുപോലെ അതിനുശേഷം
സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥന്റെ അറസ്റ്റിലേക്ക് നയിച്ച വാട്സപ്പ് ചാറ്റ് ചോർന്നത്, ഇതെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാണ് ചെയ്തത് എന്നുള്ള തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം വരെ എന്തിനാണ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളത് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഒരു വിശദീകരണമായി പുറത്തു വന്നിട്ടുണ്ട്. ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളിലും ചാനലുകാർക്കും അത് കിട്ടിയതാണ്. എന്നാൽ ഞങ്ങളെ സസ്പെൻഡ് ചെയ്ത വിഷയം ഈ വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിൽ വരുന്ന ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വരുന്ന വിഷയങ്ങളും നിരന്തരമായി മാധ്യമങ്ങൾക്ക് ചോർന്നു പോകുന്നു എന്നുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം. ആ വിഷയം വ്യക്തമായി ദേശീയ കമ്മിറ്റി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനകത്ത് ഒറ്റുകാര് ഉണ്ട്, അവരെ നടപടിയെടുത്ത് പുറത്താക്കിയാലേ സംഘടനാ പ്രവർത്തനം സുഗമമാവൂ എന്ന് അവരെ ധരിപ്പിച്ചുകൊണ്ടാണ് 12 പേർ ഒപ്പിട്ട ഒരു കത്ത് മെനിങ്ങാന്ന് രാത്രി 12:30 ആയപ്പോൾ ദേശീയ പ്രസിഡന്റിന് അയച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള 2 അഖിലേന്ത്യാ ഭാരവാഹികൾക്കും ആ കത്ത് വാട്സപ്പ് മുഖേന അയക്കുകയുണ്ടായി. എന്നാൽ കുറ്റം ഈ അന്വേഷണം ആവശ്യപ്പെട്ട കത്ത് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്നുള്ള വിഷയത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ കടുത്ത നിരാശയും പ്രതിഷേധവുമാണുള്ളത്. കാരണം സ്വാഭാവികമായും നമ്മൾ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് ചാറ്റ് പുറത്തുപോയി, അതുപോലെ തന്നെ നിരന്തരമായി കാര്യങ്ങൾ ലീക്ക് ചെയ്യുന്നു. ഇതെല്ലാം സ്വാഭാവികമായും തലസ്ഥാനത്തെ 2-3 ഭാരവാഹികൾ വഴിയാണ് പോകുന്നത് എന്ന് ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴിയും നവമാധ്യമങ്ങൾ വഴിയും ആ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികൾ അതിന്റെ വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുകയും ആ കത്ത് മാധ്യമത്തിന് നൽകുകയും ചെയ്യുന്നത് ഇന്നും ഇന്നലെയും ഉള്ള സംഭവമല്ല. അത് തെറ്റാണെന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ നടപടി സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ കുറ്റം ചെയ്ത ആളുകൾ ആരാണ്? നിരന്തരമായി ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടാകുന്നു, സംസ്ഥാന ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നു. അപ്പോൾ അത് ചെയ്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം അഖിലേന്ത്യാ നേതൃത്വത്തിനുണ്ട്. അത് കണ്ടുപിടിക്കണം എന്നുള്ള ആവശ്യമാണ് ആ കത്തിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. 21 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ സ്വന്തമായി ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടാൽ, വ്യക്തിത്വം നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഒരു പൊതുപ്രവർത്തകന് മുന്നോട്ട് പോകാൻ കഴിയും? എങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ഒറ്റുകാരൻ എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ കഴിയും? അവരുടെ കുടുംബത്തിന് എങ്ങനെയാണ് ഒരു ഒറ്റുകാരന്റെ മകൻ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനവും മർദ്ദനവും ജയിലറയും ഒക്കെ കണ്ട് രാഷ്ട്രീയ രംഗത്ത് നിന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല? അപ്പൊ അത് തെളിയിക്കുവാനുള്ള ബാധ്യത ഞങ്ങളിൽ മാത്രം ഇപ്പോ നിക്ഷിപ്തമായിരിക്കുക. വാട്സപ്പ് ചാറ്റ് ചോർന്നത് കാര്യം അതൊരു നിസ്സാര സംഭവമല്ല. ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് CPM-ഉം അതുപോലെ തന്നെ ഗവൺമെന്റും കൊണ്ട് നടന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ചോർന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനിയെങ്കിലും കണ്ടെത്തേണ്ട വഴിയായിരുന്നു പാർട്ടി നേതൃത്വം ആലോചിക്കാനുള്ളത്. സ്വാഭാവികമായി ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ വിശദീകരണമെങ്കിലും തരണമായിരുന്നു. വിശദീകരണം തന്നില്ല, അതിന് ഞങ്ങൾക്ക് പരാതിയില്ല. ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന നേതൃത്വം, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന നേതൃത്വം ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഇപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി പറയുവാൻ കഴിയും. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഇങ്ങനെ മാധ്യമങ്ങൾക്ക്, ഇവിടെ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു കത്ത് തന്നതിന്റെ പേരിലാണ് ഈ നടപടിയെങ്കിൽ ഇവിടെയുള്ള 2-3 മാധ്യമങ്ങൾ ഈ വിഷയം നടക്കുന്നതിന്റെ ആ സമയങ്ങളിൽ എന്നെ ടെലികോളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ നിലപാട് ഇത് തന്നെയാണ്. കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കും, അന്വേഷണം ശക്തമായി നടത്തണമെന്ന് ആവശ്യപ്പെടും. പ്രതികൾ ആരായിരുന്നാലും അവർ ഉടനെ തന്നെ അവരെ പുറത്തു കൊണ്ടുവന്ന് നടപടിയെടുക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകുമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ നടപടിയെടുത്തത് ഇത് പറഞ്ഞ നമുക്കെതിരെ ആയിപ്പോയി എന്നുള്ളതാണ്
ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. ഈ നടപടികളൊക്കെ വരുമ്പോൾ പാർട്ടിയിൽ ഇല്ല എങ്കിൽ പൊതുപ്രവർത്തനത്തിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ പേരിൽ ഒറ്റപ്പെടുകയും നമ്മളെ ആക്രമിക്കപ്പെടുകയും പല ആരോപണങ്ങൾ കൊണ്ട് കുഴിച്ചുമൂടുവാൻ തയ്യാറാവുകയും ചെയ്യുമെന്ന് ഇന്നലകളിൽ ബഹുമാന്യനായ മൺമറഞ്ഞു പോയ PT തോമസിന്റെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹം ചെയ്തതാണ് ശരി, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളാണ് ശരിയെന്ന് ചരിത്രം രേഖപ്പെടുത്തി. അതുകൊണ്ട് ചില നിലപാടുകൾ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ചിലപ്പോൾ കൈക്കൊണ്ടെന്ന് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതിനെ അംഗീകരിക്കുന്നു. ഈ ദേശീയ നേതൃത്വം തന്ന ഈ നടപടിയെ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ ആ സ്വീകരിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഈ യൂത്ത് കോൺഗ്രസിനകത്ത് ഈ വാട്സപ്പ് ചാറ്റ് അടക്കം ചോർത്തി നൽകുന്ന സ്വഭാവമുള്ളവർ ഇപ്പോഴും അതിനകത്തുണ്ട്. അത് കണ്ടുപിടിക്കാൻ കേന്ദ്ര നേതൃത്വം അന്വേഷണ കമ്മീഷൻ വന്നാൽ വ്യക്തമായ തെളിവുകൾ നൽകി അത് അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ കൊണ്ടുപോകും. അല്ല എങ്കിൽ അതങ്ങനെ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ തേടി അത്തരത്തിൽ എന്തായിരുന്നാലും ഞങ്ങളുടെ നിരപരാധിത്വം വളരെ വ്യക്തമായി തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് ഈ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, കേരളത്തിന്റെ പൊതുസമൂഹം ഇത്രയും കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അനേകായിരം ചെറുപ്പക്കാരുടെ ചോരയും നീരും കൊണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത ഞങ്ങളെപ്പോലുള്ള ഒട്ടേറെ ആളുകളുടെ വിയർപ്പിന്റെ ഫലം അനുഭവിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഈ വികാരം മനസ്സിലാകില്ല. ഈ വികാരം മനസ്സിലാകുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന യൂത്ത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ കഴിയൂ. ഒരു തരത്തിലും ഇത് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരോടും കോൺഗ്രസിന്റെ അനുഭാവികളോടും പൊതുസമൂഹത്തിനോടുമാണ്, മാധ്യമ സുഹൃത്തുക്കളോടുമാണ്. ഇത്രയും കാലത്തിനിടയിൽ ഇതുവരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒറ്റുകൊടുക്കേണ്ട സാഹചര്യം വന്നാൽ അതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് പറയുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് കേന്ദ്ര നേതൃത്വത്തെ വ്യക്തമായി അറിയിക്കും. ഇത് വിശദീകരണം കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അഖിലേന്ത്യാ നേതൃത്വത്തെ വിശദീകരണം ഞങ്ങൾ രേഖാമൂലം അറിയിക്കും. പാർട്ടി നേതൃത്വത്തെ ഈ കാര്യം ധരിപ്പിക്കും. കെ സുധാകരനെ പോലുള്ള KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഇത് മനസ്സിലായിക്കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. അദ്ദേഹത്തെ ഞാൻ ഇതുവരെ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി പോയി കണ്ടിട്ടില്ല, അദ്ദേഹത്തോട് കാര്യങ്ങൾ സംബന്ധിച്ചിട്ടില്ല. ഈ കാര്യം അദ്ദേഹത്തെ വ്യക്തിപരമായി നേരിട്ട് കണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു സംശയവും വേണ്ട, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘങ്ങൾ ആരായിരുന്നാലും അതിന് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് തൊട്ട് ഇതുവരെ കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. നിന്നതും വ്യക്തമായി ഒരു നേതാക്കളുടെ കീഴിലാണ്. ആ സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെ പുറകോട്ട് പോയില്ല. അതൊക്കെയാണ് പീഡനങ്ങളെങ്കിൽ ആ പീഡനങ്ങൾ സഹിച്ച് ഇനി എത്ര കാലം നിൽക്കുവാനും എനിക്ക് യാതൊരുവിധ മടിയുമില്ല. കാര്യം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു നേതാവ് പറഞ്ഞു, ഒരു കുറ്റം ചെയ്താൽ 10 വർഷമെങ്കിലും മിനിമം പോവും, അതെന്റെ അനുഭവമാണെന്ന് പറഞ്ഞു. ഈ 10 വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ചെയ്യാത്ത കുറ്റം തലയിൽ എടുത്തു വെച്ചുകൊണ്ട് അപമാനിതനായി നിൽക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത്. അന്തസ്സുള്ള പാർട്ടി ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് എന്റെ വായിൽ നിന്ന് വീഴുന്ന എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്ത് ഇപ്പൊ തന്നെ നടപടിയെടുക്കാൻ കാത്തിരിക്കുന്ന, രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വായിൽ നിന്ന് പാർട്ടിക്കെതിരെയുള്ള ഒരു കാര്യങ്ങളും പുറത്തു പോയിട്ടില്ല, ഇനി അങ്ങോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൂടെ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് ഈ പത്രസമ്മേളനം. ഷാഫി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ സംഘടനയ്ക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. അത് നേതാക്കളുടെ മുമ്പിലായിരുന്നാലും പൊതുസമൂഹത്തിന്റെ മുമ്പിലായിരുന്നാലും തുറന്നു പറയാൻ ഞാൻ മടിക്കില്ല. കാര്യം അത് നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമ്മൾ ഉറച്ച നിലപാടും നട്ടെല്ലും പണയം വെച്ചുകൊണ്ട് പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു കാലഘട്ടം ഇതുവരെ ഇല്ലായിരുന്നു. എന്നും കോൺഗ്രസിന്റെ തിരുത്തൽ ശക്തിയാണ് യൂത്ത് കോൺഗ്രസ്. ആ നിലപാടിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്.
ആ തരത്തിലുള്ള ശൈലി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഷാഫിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ചില നിലപാടുകളിൽ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത് സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞു തീർത്ത് പുറത്തു പോയിട്ടുള്ളതുമാണ്. പക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ഷാഫിയും നസൂറും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് കൊടുക്കുന്നവരുണ്ടാകും. അതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചാറ്റ് ചോർച്ച നിങ്ങളല്ലെങ്കിൽ ആരാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി ഈ ചാറ്റ് നമ്മുടെ ഭാഗത്ത് ഈ ഗ്രൂപ്പിൽ നിന്ന് ചോർന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളായിട്ടുള്ള ആളുകളെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കണ്ടുപിടിക്കാൻ അവർക്ക് വലിയ പാടില്ല. ഇനി അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്വേഷണ കമ്മീഷൻ വന്നാൽ വ്യക്തിപരമായി ആ പേരുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇതിനു മുമ്പ് വന്ന ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ അന്വേഷണ കമ്മീഷൻ വന്നു, തെളിവെടുപ്പ് നടത്തി. അപ്പോൾ കാര്യങ്ങളെല്ലാം ഓരോരുത്തരുടെ നിന്നും ചോദിച്ചു, കുറച്ച് ആളുകളുടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നു. ഞാൻ അറിഞ്ഞ് അവിടെ പോയി വ്യക്തമായ ഒരു കാര്യം രേഖാമൂലം അവർക്ക് കൊടുക്കുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ട് അവർ നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല. അവർക്ക് എങ്കിലും ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പത്രസമ്മേളനത്തിൽ പേര് വ്യക്തമാക്കിക്കൂടെ? അല്ല, അത് ഒരിക്കലും പബ്ലിക്കായിട്ട് വ്യക്തമാക്കാനുള്ള സമയമായില്ല. കാര്യം ഇത് പാർട്ടി തന്നെ വ്യക്തമാക്കും. പാർട്ടി തന്നെ അവർക്കെതിരെ നടപടിയെടുക്കും. പാർട്ടി അവർക്ക് നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിലൊരു സംശയമില്ല. ഒറ്റുകാരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടവരെ നടപടി ഇനി എത്ര നാള് പുറത്തു നിൽക്കാൻ വിധിക്കപ്പെട്ടാലും ആ ആളുകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി കുറച്ചു നാള് പുറകോട്ട് മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു സംശയമില്ല. KPCC പ്രസിഡന്റിനെ ഈ പേരുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ നേരിട്ട് കാണുന്നത്? നമ്മളെല്ലാ ചാറ്റ് ചോർത്തിയ ആൾക്കാർ ഇപ്പോഴും അതിനകത്തുണ്ട്. അത് KPCC പ്രസിഡന്റിനെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ കാണും എന്ന് പറയുന്നത്? അതൊക്കെ നേരിട്ട് ബോധ്യപ്പെടുത്തും. കാര്യം KPCC പ്രസിഡന്റ് ഞാൻ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ആ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തെ പോയി കാണേണ്ട ഒരു സാഹചര്യം പ്രത്യേകിച്ച് വന്നിട്ടില്ല. അദ്ദേഹത്തെ കാണാൻ പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴാണ് വന്നത്. അദ്ദേഹത്തെ അത് വ്യക്തമായിട്ട് പോയി കണ്ട് അദ്ദേഹത്തെ ധരിപ്പിക്കും. കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. കാര്യം നമ്മളൊരു ഒറ്റുകാരന്റെ പരിവേഷത്തോടു കൂടി ഇരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സസ്പെൻഷന് മുമ്പായിട്ട് സ്വീകരിക്കേണ്ട എന്തെങ്കിലും നടപടികൾ യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ നിലയിൽ അതൊക്കെ പാലിച്ചിട്ടാണ് സസ്പെൻഷനിലേക്ക് പോകുന്നത്? എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ആ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി. പക്ഷേ ദേശീയ നേതൃത്വത്തിന് നമ്മുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ട് ദേശീയ നേതൃത്വത്തെ വ്യക്തമായി കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം അവരുണ്ടാക്കിയില്ല. അവര് കറക്റ്റായിട്ട് നമ്മളോട് അങ്ങനെ ഒരു വിശദീകരണം ചോദിച്ചിട്ടില്ല. എങ്കിലും ഒരു ഗുരുതരമായ തെറ്റ് എന്ന് അവർ കാണുന്നത് ഓൾ ഇന്ത്യ പ്രസിഡന്റിന് അയച്ച അന്വേഷണ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് അയച്ച കത്ത് പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. ആ കത്ത് നിങ്ങളോട് റിലീസ് മുഖാന്തരമാണ് തന്നത്. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് അവരുടെ കണക്കിൽ ഇത് ഗുരുതരമായ വിഷയമാണ്, അച്ചടക്കലംഘനമാണ് എന്നുള്ളത് തോന്നി. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു നടപടി എടുത്താൽ അത് സ്വീകരിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് അവരെ ഈ പ്രതികളെ കണ്ടെത്തുവാനുള്ള കാര്യം കൂടി പാർട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്, ദേശീയ നേതൃത്വം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അവർ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പം തൽക്കാലം ഉള്ളത്. ഈ പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് അപമാനകരമായ സംഭവം നേരിട്ടത്, ആ വാർത്ത പുറത്തു വന്നതിൽ ചില ശക്തികൾ ഇടപെട്ടു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കത്ത് പുറത്തുവിടുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിയാണ് ചില നേതാക്കൾക്കെതിരെ നടപടി വരുമെന്നൊക്കെ സൂചനകളുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടപടി വന്നത്. അപ്പോൾ ഉപജാപ സംഘടന നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലൊരു ചെറിയൊരു പാർട്ടിയാണ് യൂത്ത് കോൺഗ്രസ്. ദേശീയ നേതൃത്വം നേരിട്ട് 2 വൈസ് പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായൊരു റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് തന്നെ പോയിട്ടുണ്ടാവേണ്ടതല്ലേ? കാര്യം അവരുടെ വ്യക്തമായ റിപ്പോർട്ട്, ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ദേശീയ കമ്മിറ്റിക്ക് ദേശീയ പ്രസിഡന്റിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെയും ദേശീയ കമ്മിറ്റിക്ക് ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ്. അവർക്കറിയാം ഇത് ആരൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളവർക്ക് വ്യക്തമായി അവർക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള കുറ്റം ഞാൻ പറഞ്ഞല്ലോ, ഈ 2 വിഷയങ്ങളും പ്രവർത്തകരും പൊതുസമൂഹം നോക്കുമ്പോൾ ആ വാർത്ത ചോർത്തിയതും വാട്സപ്പ് ചാറ്റ് ചോർത്തിയതും ഈ ഭാരവാഹികളാണ് എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നു. ആക്ച്വലി ഈ നടപടി എടുത്തിരിക്കുന്നത് ആ വിഷയത്തിലല്ല.
നടപടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ എൻക്വയറി കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കത്ത് നിങ്ങൾക്ക് തന്നതിന്റെ പേരിലാണ്, ആ വാർത്ത വന്നതിന്റെ പേരിലാണ് നടപടി എടുത്തത്. അങ്ങനെ ആ വിവരം എവിടെ നിന്നാണ് മിസ്റ്ററിന് ലഭിക്കുന്നത്? അങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ റിലീസിലോ മറ്റോ അങ്ങനെ ഒരു പരാമർശം ഇല്ല. ഈ റിലീസിൽ പാർട്ടി വിരുദ്ധ അല്ലെങ്കിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് പരാമർശമുള്ളത്. അല്ലാതെ ഈ കാര്യം, അതായത് കത്ത് നൽകിയതാണ് തങ്ങൾക്കെതിരെയുള്ള നടപടിക്ക് കാരണമെന്ന വിവരം എങ്ങനെയാണ് കിട്ടിയത്? അത് അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് തന്നെ അറിയിച്ച കാര്യം. പിന്നെ ഈ കത്തിൽ വ്യക്തമായി അത് പറഞ്ഞിട്ടില്ല. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് അറിയിച്ചത്. നേതാക്കളുടെ ഭാഗത്തു നിന്നും അത് അങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞു, അനൗദ്യോഗികമായിട്ട് അത് പറഞ്ഞു. കത്ത് കൊടുത്തതിനാണ് കത്ത് കൊടുത്തത് തെറ്റാണെന്നല്ല, കത്ത് കൊടുത്തത് ശരിയാണ്. അത് മാധ്യമങ്ങൾക്ക് റിലീസ് കൊടുത്തത് ശരിയല്ല. പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പരസ്യമായി വന്ന് മാധ്യമങ്ങളിലൂടെ ആ കാര്യങ്ങൾ തുറന്നു പറയും. അങ്ങനെ തുറന്നു പറഞ്ഞവരെല്ലാം പാർട്ടിക്കകത്ത് ഇന്നുമുണ്ട്, മുൻകാലങ്ങളിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയല്ല എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതി അതിന് കഴമ്പില്ല, അത് യൂത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമാണെന്നാണ് KPCC പ്രസിഡന്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഇനി ആ വിഷയത്തിൽ വലിയ അന്വേഷണത്തിന് വലിയ ആവശ്യമില്ലെന്നാണ്. പക്ഷെ താങ്കൾ തന്നെ പറയുന്നു രേഖാമൂലമുള്ള പരാതിയുണ്ട്, ആ പരാതിയിൽ ചില കഴമ്പുണ്ടെന്ന് പറയുന്നു. ഈ വിഷയത്തെ വേണ്ട രീതിയിൽ KPCC അഡ്രസ് ചെയ്തില്ല എന്ന് ഞാൻ രേഖാമൂലം പരാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. വാർത്ത ചോർന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വാർത്ത പുറത്തേക്ക് പോയ എന്ന ആരോപണമെന്നാണ് പറഞ്ഞത്. രേഖാമൂലം പരാതി, ഒരു പരാതി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം ഈ പറഞ്ഞതാണ്. കാരണം ഒരു ഫേക്കായിട്ട് ഒരു പരാതി ക്രിയേറ്റ് ചെയ്യുന്നു, ആ പരാതിയിൽ ഒരു പെൺകുട്ടിയുടെ പേരെഴുതി ചേർക്കുന്നു, അത് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ? അത് ആരാണ് ചെയ്തതെന്ന് പുറത്തു വരണ്ടേ? ആരുടെ ഗൂഢാലോചനയാണെന്ന് അറിയണ്ടേ? ഇത് അറിയാനുള്ള ഉത്തരവാദിത്വവും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള തരത്തിൽ അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. കാര്യം ഈ സംഭവം ഇങ്ങനെ ഒരു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് ആ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അത് അവർക്കറിയാം. അതനുസരിച്ചുള്ള റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നാൽ ഈ രണ്ട് വിഷയത്തിനുമല്ല. ഒട്ടേറെ മെസ്സേജുകൾ പിന്നെ വാട്സപ്പിനകത്ത്, ഇതെല്ലാം പാർട്ടി പ്രവർത്തകർ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ തരത്തിൽ വാർത്തകൾ ചോർത്തി കൊടുത്തതിന്റെ പേരിൽ ഒറ്റുകാരൻ എന്നുള്ള തരത്തിൽ നിങ്ങൾ ഒറ്റുകാരനാണ്, നിങ്ങൾ ഈ പാർട്ടിക്ക് ശാപമാണ് എന്ന് പറഞ്ഞ് ഈ കുറെ ഫേസ്ബുക്കിലും ഇതിലുമൊക്കെ കമന്റുകൾ വരുന്നുണ്ട്. അതിനൊന്നും നമ്മൾ മറുപടി പറയുന്നില്ല. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ വന്നപ്പോൾ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ എന്ന് പറയുന്നത് അവർ വായിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നിരാശപ്പെടുമായിരുന്നു. അത്തരത്തിലുള്ള കമന്റുകളാണ്. അതിലുൾപ്പെട്ട കുറെ ആളുകൾ എന്റെ ഇതിലും കമന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറെ ആളുകൾ അതിലേക്ക് വേണ്ടി ഉണ്ട്. അതൊന്നും നമ്മൾ കണ്ട് നിരാശപ്പെടുത്തില്ല. പക്ഷെ നമുക്ക് സത്യം പുറത്തേക്ക് വരണം, അത് മാത്രമേ ഉള്ളൂ. ചില സോഷ്യൽ മീഡിയകളിൽ, ഓൺലൈൻ പത്രങ്ങളിൽ ഇന്നലെ മുതൽ NS നുസൂർ CPM-ലേക്ക്, BJP-യിലേക്ക്, NCP-യിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പൊ ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങൾക്കറിയാലോ, ഇത്രയും കൊല്ലം കൊണ്ട് നിങ്ങൾ നമ്മളെ കാണുന്നതാണ്. ഈ കൃപേഷും ശരത്ലാലും നമ്മുടെ രക്തസാക്ഷികൾ പെരിയയിലെ, ആ രക്തസാക്ഷികളുടെ ചിതാഭസ്മത്തിൽ നിന്ന് ഇനി ആ നമ്മുടെ സുഹൃത്തുക്കൾക്ക് തിരിച്ചു വരാൻ കഴിയും. എടയന്നൂരിൽ പള്ളിക്കാട്ടിലുള്ള ഷുഹൈബിന്റെ കബറടത്തിൽ നിന്ന് ഷുഹൈബിന് തിരിച്ചു വരാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ആരെക്കാളും കൂടുതൽ അല്പമെങ്കിലും ചോരയും നീരും ഈ പാർട്ടിക്ക് വേണ്ടി ഈ തലസ്ഥാനത്ത് ഒഴുക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ അറിയാവുന്ന നിങ്ങൾക്കറിയാം. ഇത് എഴുതുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ എന്നെ അറിയാവുന്ന നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പാർട്ടി വിട്ടു പോകാൻ പറ്റുമോ? പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റിയാൽ, ആരെങ്കിലും പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാക്കി കൊണ്ടുവരുവാൻ വേണ്ടി അല്പം ത്യാഗം സഹിക്കാൻ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ സസ്പെൻഷനെ ഒരു അവസരമായി കാണുന്നു. കാരണം ഈ അവസരം തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി ഒരല്പം ക്ഷീണം നേരിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമരപരിപാടികൾ കാണുന്നത് എനിക്കറിയാം, അല്പം ആളുകളുടെ കുറവുണ്ട്. ഇപ്പൊ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് എവിടെ വേണോ പോവാം, എനിക്ക് ആളുകളെ സംഘടിപ്പിക്കാം. നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, തിരിച്ച് ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ചകത്ത് വരുമ്പോൾ ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി പ്രവർത്തകർ ഈ ജില്ലയിൽ ഉണ്ടാക്കാനുള്ള അവസരമായി ഇതിനെ ഞാൻ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ സംഘടന നടപടി വന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ താങ്കൾ പറഞ്ഞ തന്നെ വലിയൊരു ആരോപണങ്ങൾ താങ്കൾക്കെതിരെ ഉയരുന്നുണ്ട്. താങ്കൾക്ക് ഈ ചാറ്റ് പുറത്തുവിട്ടത് ആരാന്ന് അറിയാമെങ്കിൽ ആ പേര് വെളിപ്പെടുത്താൻ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ 10 വർഷമൊക്കെ കാത്തിരിക്കുന്നത് സസ്പെൻഷൻ ഉണ്ടാകുന്നത് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അത്രയും കാത്തിരിക്കുന്ന എന്തിനാണ്? താങ്കൾക്ക് ആ പേര് അറിയാമെങ്കിൽ അതിപ്പോൾ പറയുകയല്ലേ വേണ്ടത്?
മാസത്തിന്റെ 10 വർഷം ഞാൻ പറഞ്ഞതാ. ഇതിപ്പോ എത്ര ദിവസം പോകുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ ഒരു ദിവസം പോലും നീട്ടി വെക്കാതെ ആ പേരുകൾ അറിയാമെങ്കിൽ വെളിപ്പെടുത്തുന്നതേ നല്ലത്. അതങ്ങനെ ഞാൻ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആളായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ അവർ പറഞ്ഞത് ശരിയാണെന്ന് ഞാനിപ്പോ ഇരുന്ന് വിളിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. എനിക്കെതിരെ പറയുന്നവരും ഞാനും തമ്മിൽ വ്യത്യാസമില്ലാത്തത് അതുകൊണ്ടാണ്. അവർ രഹസ്യമായി പറയുന്നു. എനിക്ക് പറയാനുള്ള കാര്യം ഇനിയിപ്പോ ഒരു പക്ഷേ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല, കേന്ദ്ര കമ്മിറ്റിയുടെ അന്വേഷണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമായി അത് കണ്ടുപിടിക്കാനുള്ള അന്വേഷണ സംവിധാനം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. സൈബർ വിങ് ഉണ്ട്, ഈ ആളുകളുണ്ട്. ഇത് ആരൊക്കെയാണെന്നുള്ള കണ്ടെത്താനുള്ള സംവിധാനം പേഴ്സണലി എനിക്കുണ്ട്. അത് ഞാൻ കണ്ടെത്തി അന്വേഷണ കമ്മീഷൻ ഇറക്കി. അവർ പുറത്തു വിട്ടില്ലെങ്കിൽ ആ സമയം ഞാൻ നിങ്ങളോട് പറയാം. ഒരു പിന്നെ കാര്യമില്ല. ചില രേഖകളുണ്ട്, അതൊക്കെ അവർക്ക് കൈമാറിയതാണ്. അതൊക്കെ ആ സമയം വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വിടാന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ പാർട്ടി അതിനകത്ത് വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇനിയും സസ്പെൻഷനുകൾ വരും. ആ സസ്പെൻഷനുകൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. ഈ ശരീരത്തില് പല പാടുകളുമുണ്ട്. ഇതൊക്കെ CPM തന്ന സമ്മാനങ്ങളാണ്. ആ സമ്മാനങ്ങൾ ഉള്ളിടത്തോളം കാലം CPM പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കഴിഞ്ഞ ഡീൻ കുര്യാക്കോ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്നാണ് കൃപേശൻ ശരത്ലാലും കൊല ചെയ്യപ്പെടുന്നത്, ഷുഹൈബ് കൊല ചെയ്യപ്പെടുന്നത്. അവിടെയൊക്കെ ഓടിയെത്തി ഹർത്താലിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. അവരുടെ ബലികുടീരങ്ങളിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ, CPM തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അപ്പോൾ ആലോചിക്കാം ഈ CPM-ലോട്ട് പോകുന്നത്. മറ്റൊരു ചോദ്യം, ഈ പരാതിയുമായി ബന്ധപ്പെട്ട പാലക്കാട് നടന്ന നേതൃ ക്യാമ്പിലെ പരാതി, ആ പരാതിയിൽ നുസൂറിന്റെ ഒരു പ്രതികരണം എന്താണ്? പിന്നീട് അത് വ്യാജ പരാതിയാണെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ പരാതി വ്യാപകമായി പ്രചരിച്ചു. പെൺകുട്ടി തന്നെ ആദ്യഘട്ടത്തിൽ പരാതിയുണ്ട്, പിന്നീട് പരാതിയില്ല, പരാതി പിൻവലിക്കുന്നു. അതിലെന്താണ് നുസൂറിന് ഉള്ള ഒരു ബോധ്യം? എനിക്ക് അവിടെയാണ് ഇതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ പരാതി ഉണ്ട് എന്ന് പെൺകുട്ടി ആരോടെങ്കിലും പറഞ്ഞു, ആ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ നമുക്ക് എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ളത്. ആ പരാതി അങ്ങനെ ഉണ്ട് എന്ന് പെൺകുട്ടി പറഞ്ഞിട്ടില്ല. ഒരു വ്യാജ പരാതി കെട്ടിച്ചമയ്ക്കപ്പെട്ടാൽ, ഒന്ന് എഴുതി തയ്യാറാക്കി ഒരു കുട്ടിയുടെ പേരെഴുതി ഒപ്പിട്ട് പുറത്തേക്ക് വന്നാൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം പാർട്ടി എന്നുള്ള തരത്തിൽ നമുക്കുണ്ട്. അവർക്കെതിരെയല്ലേ നടപടി എടുക്കാനുള്ളത്? സ്വാഭാവികം അവർക്കെതിരെ നടപടി എടുക്കണ്ടേ? ആ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത്. ഞാൻ നാഷണൽ കമ്മിറ്റിയിൽ നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഡൽഹി അതൊക്കെ ചെയ്തതാണ്. അവരല്പം സാവകാശം മാത്രമേ അന്വേഷണമൊക്കെ നടത്തി അത് കൈകാര്യം ചെയ്യും. പക്ഷെ അതിനിടയിൽ ഇവിടെ ഒരു വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടു. അത് സ്വാഭാവികമായിട്ട് പിന്നെ ഒറ്റുകാരനാണ്, ചതിയനാണ്, വഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞ് അഴിച്ചുവിട്ടു. അത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ അകത്ത് രക്തത്തിന് വേണ്ടി തയ്ക്കുന്ന ഒരാൾ പോയാൽ മറ്റാർക്കെങ്കിലും വളമാകുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ക്യാമ്പിനകത്ത് ചെറിയ സംഭവം, അത് വനിതയുമായി ബന്ധപ്പെട്ടതല്ല. ഒരു ആളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മോശമായിട്ടുള്ളൊരു പ്രവർത്തനം, അന്ന് ഞാൻ ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രവർത്തനമുണ്ട്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിനെ ഉടനെ ഒരു പെൺകുട്ടിയുടെ വിഷയമായിട്ട് കൂട്ടിക്കെട്ടുന്നത് അതൊരിക്കലും ശരിയല്ല എന്നുള്ള നിലപാട് കൂടി ഉണ്ട്. അദ്ദേഹത്തിനും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കാനുള്ളതാണ്. അത് ആ കാര്യത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതൊക്കെ പുറത്തേക്ക് പാർട്ടി തന്നെ കണ്ടെത്തി അപ്പം നടപടിയെടുത്ത് പോയിരുന്നെങ്കിൽ ഈ വിഷയമില്ല. നിങ്ങൾ പിന്നെ സംസ്ഥാന ഭാരവാഹികളുടെ നിങ്ങൾ രണ്ടുപേരെ കൂടാതെ കുറെ ആളുകൾ ചേർന്നാണ് കേന്ദ്ര കമ്മിറ്റിക്ക് നിങ്ങൾ കത്ത് കൊടുത്തത്. അതിന്റെ പേരിൽ നിങ്ങളെ മാത്രം രണ്ടുപേരെ മാത്രം സസ്പെൻഡ് ചെയ്ത ഉദ്ദേശം ഒന്ന്, അതിനകത്ത് ആ ഒപ്പ് ഇട്ട് വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് പോയത് കൊണ്ട് മാധ്യമങ്ങളുമായിട്ട് അല്പം ബന്ധമുള്ള ഒരാൾ ഞാനെന്നുള്ള തരത്തിൽ പിന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ ഞാൻ ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ തന്നെയാണ്, ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ഞാൻ തന്നെയാണ് അത് കൊടുത്തത്. റിലീസായി കൊടുത്തത്. പത്രസമ്മേളനം രാത്രി വിളിച്ച് പറയാൻ പറ്റില്ല, വെളുപ്പിനെ വിളിച്ച് പത്രസമ്മേളനത്തിലൂടെ പറയാൻ പറ്റില്ല ഞങ്ങൾ അന്വേഷണം നടത്തുന്നു. കാര്യം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വരെയാണ് നുസൂറും ബാലുവും പിന്നെ ഇതേപോലെ പാർട്ടി ഒറ്റ കൊടുത്തു, അപ്പൊ അവരാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് നിരപരാധിത്വം തെളിയിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞു. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവര് ജില്ലയിൽ നിന്നുള്ള പിന്നെ ആളുകളല്ല, 2-3 പേര് മാത്രമേ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളാണ്. അവർക്ക് ഇതിനകത്ത് പങ്കില്ല. അവർ ഈ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഈ ഒറ്റുകാരെ കണ്ടെത്തണമെന്നുള്ള താല്പര്യമുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമല്ല, കേരളത്തിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മൊത്തമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വികാരങ്ങൾ, പ്രവാസികൾ എത്ര പേർ
അയക്കുന്ന മെസ്സേജുകൾ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പ്രവർത്തകർ വിളിക്കുന്നത്, മോശമായി എഴുതുന്നവരുണ്ട്, അനുകൂലിച്ച് എഴുതുന്നവരുണ്ട്. നമ്മളെ അറിയാവുന്നവർ അനുകൂലിക്കും, അറിയാത്തവർ വളരെ മോശമായിട്ട് അവർക്ക് നമ്മൾ മാക്സിമം ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഇതാണ് വിഷയം എന്നുള്ളത്, ഞങ്ങളെ സസ്പെൻഡ് ചെയ്ത് ഇതിനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു സഹായം തേടിയത്. കാര്യം നിങ്ങളിലൂടെയെങ്കിലും അവർ അത് അറിയട്ടെ എന്നുള്ളത്, അവർക്കത് ബോധ്യമാവും. മറ്റൊന്ന്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശൻ ലീഡർ എന്ന തരത്തിൽ പോസ്റ്ററുകൾ ഉയർന്നു, ഫ്ലെക്സുകൾ പൊങ്ങി. അതിന് പിന്നാലെ ഒരു കവിതയിലൂടെ വിമർശിക്കേണ്ടായിരുന്നു. ആ വിമർശനത്തിൽ ഈ നേതാക്കളുടെ ഇത്തരത്തിൽ അപരപിതൃത്വം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള വിമർശനം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. കവിത ഞാൻ മുമ്പ് എഴുതാറുള്ളതാണ്. അതിനകത്ത് ഒരു കോൺഗ്രസ്സുകാരന് കവിയായിക്കൂടാന്ന് ആരും പറഞ്ഞിട്ടില്ല. കവിത എഴുതും, പിന്നെ വിമർശനങ്ങൾ എഴുതും. ഇതൊക്കെ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേല് ആരും കടന്നു കയറിയിട്ട് അതിൽ ആരും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. കാര്യം അതിനകത്ത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ വിഷയം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരും പരാമർശിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല അതിനകത്ത് പറഞ്ഞു. അതൊരു ഹാസ്യാത്മകമായിട്ടുള്ള മാധ്യമങ്ങൾ എത്രത്തോളം ഓരോ കോമഡികളിൽ ഉമ്മൻചാണ്ടി സാറിനെ, രമേശ് ചെന്നിത്തലയെ, VD സതീശനെ എത്ര ഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളുന്നവരാണ് പിന്നെ കോൺഗ്രസ് നേതാക്കൾ. അതുകൊണ്ട് അതിലൊന്നും പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥമാകും എന്നെനിക്ക് തോന്നുന്നില്ല. നേതൃത്വത്തിന് അല്പമെങ്കിലും വിമിഷ്ടം തോന്നുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇതേപോലെ ഒരു പത്രസമ്മേളനം പോയി. അതിൽ യാതൊരു സംശയവും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലപാടെടുക്കുന്ന ആളുകൾക്ക് ഒരല്പം ബുദ്ധിമുട്ട് പാർട്ടിക്കകത്ത് ത്യാഗം സഹിക്കേണ്ടി വരും. അങ്ങനെ നേതാക്കൾ വളർന്നിട്ടുണ്ട്. പഴയകാല ആളുകളെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ല, നേതൃത്വം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പേര് പുറത്തുവിടുന്നതാണ്. നേതൃത്വം കേൾക്കും, അതിലൊരു സംശയം വേണ്ട.